ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും ഇവിടെ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. നാട്ടിൽ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയാട്ടോ. രാത്രിയാകുമ്പോൾ ഒടുക്കത്തെ തണുപ്പും. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആട്ടോ. എങ്ങോട്ടേക്കാണ് എന്ന് പോകാൻ നേരത്താണ് ഞാനും അറിഞ്ഞത് ഗൈസ്. വേറെ എങ്ങോട്ടും അല്ല, ഡ്രാഗൺ സിറ്റി എന്ന് കേട്ടപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നിയെന്ന് കമന്റ് ചെയ്യാട്ടോ. ഞാൻ കരുതിയത് അത് വേറെ എന്തോ വലിയ സംഭവമായിരിക്കും എന്നാണ് കരുതിയത്. എന്നാൽ സുരാജ് വെഞ്ഞാറമ്മൂട് പറയും പോലെ ഡാ ഇതല്ലടാ എന്നൊരു ഡയലോഗ് ആട്ടോ ഓർമ്മ വന്നത്. സംഭവം ഇതൊരു നീണ്ടു നിവർന്ന് കിടക്കുന്ന മാളാട്ടോ. അവിടെ ഒരു വ്യക്തിക്കും ഒരു വീടിനും വേണ്ട A to Z കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. കാര്യം നമുക്ക് വഴി അറിഞ്ഞൂടാട്ടോ. ചേട്ടി മുമ്പ് എപ്പോഴോ വന്നിട്ടുണ്ട്, എങ്കിലും വഴി എത്ര പോരാ. ഇവിടെ എല്ലാ റോഡും ബിൽഡിങ്ങും ഒരേപോലെയാട്ടോ ഇരിക്കുന്നത്. ഏത് വഴിയാണെന്നോ എങ്ങോട്ടാണെന്നോ ഒരു പിടിയില്ല. നാട്ടിലായിരുന്നെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചു പോവാമല്ലോ. ഇവിടെ മെയിൻ റോഡുകളിൽ വണ്ടി നിർത്താനോ ഒതുക്കാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പോഴേക്കും വരും ലൈറ്റും കത്തിച്ചുകൊണ്ട് പോലീസ് വണ്ടികൾ, അല്ലേ ക്യാമറ പിടിക്കും. ഒരുപാട് റോഡ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട്. ഒരുപാട് തവണ വഴിയും തെറ്റാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിലാണ് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. ഇനി എത്ര തവണ വഴി എത്തിയാലും എത്ര ലേറ്റ് ആയാലും ലാസ്റ്റ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. അത് വേറെ കാര്യം. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴി എപ്പോഴും നിങ്ങളെ കാണിക്കുന്നതല്ലേ, അതുകൊണ്ട് കണ്ട് ബോറടിച്ച് കാണുമെന്ന് കരുതിയിട്ടാട്ടോ കാണിക്കായിരുന്നത്. പിന്നെ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ വീഡിയോ ഇപ്പോൾ എടുക്കാറുള്ളൂ. ഡ്രാഗൺ സിറ്റി പോകുന്ന വഴി തന്നെയാണ് നമ്മൾ മറൈൻ അക്വേറിയവും ഉള്ളത്. പിന്നെ ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. വീണ്ടും നമുക്ക് വഴിയിൽ കൺഫ്യൂഷൻ വന്നു. അപ്പോഴേക്കും ഗൂഗിൾ അമ്മച്ചി ഗൈഡൻസ് തന്നു, കറക്റ്റ് വഴിയാണ് നിങ്ങൾ പോകുന്നതെന്ന്. അപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ വന്നു. പോകുന്ന വഴി കണ്ട ഒരു വലിയ ബിൽഡിംഗ് ആട്ടോ ഇത്. എന്ത് ലെങ്ത് ആണല്ലേ. ഹവ എന്നാണ് എഴുതിയിരുന്നത്. എന്ത് ബിൽഡിംഗ് ആണെന്ന് അറിയില്ല. ഇനി വല്ല മാളങ്ങാനും ആണോ എന്തോന്ന് അറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ ഹവ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കനേഡിയൻ സ്കൂളും ഉണ്ട് കേട്ടോ. അതാണ് ഡ്രാഗൺ സിറ്റി. Slight right. This is Dragon City. Thai Mart. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. തായ് മാർട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഡ്രാഗൺ സിറ്റി. ഒരുപാട് എൻട്രൻസ് ഉണ്ട്. വണ്ടി എവിടെയാണ് ഇട്ടതെന്നും ഏത് എൻട്രൻസ് വഴിയെ കയറിയതെന്നും ഓർത്ത് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇത് നിരന്ന് കിടക്കുന്ന ഒരു കടകള്. അറ്റം വരെ ഉണ്ട്, അങ്ങ് അറ്റം വരെ ഇഷ്ടംപോലെ കടകളുണ്ട്. നല്ല അട്രാക്ഷൻ തോന്നുന്ന പല പല കടകൾ, സൂപ്പർ ലൈറ്റ്. ഒരു ഫോട്ടോ എടുത്തിട്ട് പാൻഡയാണ് തൂങ്ങി കിടക്കുന്നത്. അയ്യായിട്ടുള്ളേ ഇത് കൊള്ളാം കേട്ടാ. ചിമ്മിനി, മറ്റേ നമ്മളെ ചിമ്മിനി ടൈപ്പ്. ഇവിടെയുള്ള എല്ലാം ഒരു വീട്ടിലേക്കുള്ള ഡെക്കോ സാധനങ്ങളും മൊത്തവും നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളായിരുന്നു. ആ ലൈറ്റൊക്കെ ആണെങ്കിൽ എങ്ങനെ ഇത് നാട്ടിൽ കൊണ്ടുവരും എന്നെനിക്കറിയത്തില്ല. ഒരു രക്ഷയില്ല. ചെറുത് തൊട്ട് വലിയ വലിയ വീടുകൾക്ക് വരെയുള്ള ലൈറ്റ്സ് ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞു സാഹസികമായി. അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അങ്ങൊക്കെ എടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റിക്കാരൻ വന്ന് പറഞ്ഞു എടുക്കരുതെന്ന്. അങ്ങൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് തായിൽ പോണ്ടേ? അപ്പുറത്ത് ഗോൾഡൻ ടെമ്പിൾ ഓപ്പോസിറ്റ്. അവിടെ പാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പം നമുക്കപ്പോ അടുത്ത സ്ഥലത്തോട്ട് പോകും. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തായ്. എന്തിനാണ് തായ്? തായ് സിറ്റി. ബുദ്ധന്റെ ടെമ്പിൾ വാങ്ങിയിരിക്കുന്നത് തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് സീ ഫുഡ്, തായ് ഫുഡ്, ചൈനീസ് ഫുഡ്, ജാപ്പനീസ് ഫുഡ്, കൊറിയൻ ഫുഡ്, കോണ്ടിനെന്റൽ, ടേസ്റ്റ് ഓഫ് ഏഷ്യ, ബബിൾ ടീ, തായ് കോക്കനട്ട് ഐസ്ക്രീം, കിഡ്സ് പാലസ്, തായ് മസാജ്, സലൂൺ ആൻഡ് ഹെന്ന. हिंदी समझ में नहीं आएगा. Kerala? I don't know Hindi. Yeah. You take video, give me money. Planet again. This one body, hair, dress, all. आपको एक देगा, टीवी पे एक देगा, ओके? बोलो तो उतना ये नहीं, हम मैकेनिक है इधर का. അതിനകത്ത് കയറൊന്നും വേണ്ട. വാ, അതിനകത്ത് കയറിക്കൂടാ. അതിനകത്ത് മതി, എനിക്ക് വരാം. അപ്ലോഡ് ചെയ്യേ തോറ്റല്ല ഞാൻ അപ്ലോഡ് ചെയ്യും. Oh, just. He got the car. എവിടെ പോന്നു? ആളെ കാണാൻ വയ്യ. വെളിയിലോട്ട് ഇറങ്ങിയില്ലേ? തട്ടിമറിച്ചിടല്ലേ അനുഭവത്തൊക്കെ. ഇത് കാണാൻ വയ്യത്, ഒട്ടും കാണാൻ വയ്യത്. ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് നാണക്കേടാണ്. മസാജ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ നൈസായിരുന്നു. തലയിലും നടുവിലൊക്കെ ആക്കിയപ്പോ ഭയങ്കര ഇക്കളാക്കുന്ന പോലെ അല്ലേ? എനിക്ക് ഇക്കളാക്കുന്ന പോലെ ആയിരുന്നു.
നൈസായിരുന്നു. അങ്ങനെ തായ്മാർട്ടിലെയും ഡ്രാഗൺ സിറ്റിയിലെയും കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. തായ്മാർട്ടിലും ഡ്രാഗൺ സിറ്റിയിലും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിലും രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഡ്രാഗൺ സിറ്റിയിൽ നമുക്ക് A to Z കാര്യങ്ങൾ കിട്ടും. ഡ്രസ്സ് ആയാലും ഓർണമെന്റ്സ് ആയാലും ലൈറ്റ്സ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും ഫുഡ് സെക്ഷൻ ആയാലും പ്രത്യേകം തന്നെ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. തായ്മാർട്ടിലാണെങ്കിൽ മെയിനായിട്ട് ഫുഡിലും പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും ആയിരിക്കും കൂടുതലുള്ളത്. ഷോപ്പിംഗ് ചെയ്യാൻ ഉണ്ടെങ്കിലും ഡ്രാഗൺ സിറ്റിയുടെ അത്ര വരത്തില്ല. ഡ്രാഗൺ സിറ്റി ആണെങ്കിൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അങ്ങനെ പോകാൻ നേരം നോക്കിയപ്പോൾ നമ്മുടെ മലയാളി ചായക്കട. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനൊരു കട്ടൻ ചായയും ചേട്ടയും ഒരു പാൽ ചായയും പറഞ്ഞു. നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ കരിക്കുട്ടന്മാരെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാവമല്ലേ എന്ന് കരുതിയിട്ട് ഒരു സുഖിയൻ, മുട്ട ബജ്ജി, പിന്നെ 2 സ്ലൈസ് ബ്രെഡിൻ്റെ അകത്ത് എന്തോ ഒരു മസാല വെച്ചൊരു ഐറ്റം, അതും അങ്ങോട്ട് വാങ്ങി. സുഖിയൻ കണ്ടപ്പോൾ തന്നെ മനസ്സിന് അങ്ങോട്ട് ഒരു സന്തോഷം, വല്ലാത്തൊരു സന്തോഷം വന്നു. മുമ്പ് ഒരു സുഖിയൻ കട ബാക്കി കിടപ്പുണ്ടായിരുന്നേ, അതാ. അങ്ങനെ ഇതെല്ലാം വാങ്ങി സമാധാനമായി കാറിൽ പോയിരുന്ന് കഴിക്കാമെന്ന് കരുതി കൊണ്ടുപോയി. സുഖിയൻ അത്ര സുഖം ഉണ്ടായിരുന്നില്ല ഗൈസ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ല. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, സുഖം ഇല്ലെങ്കിൽ അങ്ങ് കഴിച്ചു. പക്ഷെ ആ ബ്രെഡിൽ മസാല വെച്ച ആ ഒരു ഐറ്റം ഇല്ലേ, അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. See you.